അന്നത്തെ ദിവസം കോടതിക്ക് പുറത്തു നിൽക്കുമ്പോ ഈ ലോകത്താരും നിങ്ങളെ കീഴടക്കില്ല എന്ന തോന്നലായിരുന്നു നിങ്ങളുടെ മുഖത്ത്. ഒരൊറ്റ ഹിയറിംഗ് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ലേ? വരുണിനും രാധികയ്ക്കും വേണ്ടി കേസിന് ഹാജരാകുന്നത് ഞാൻ തന്നെയായിരിക്കും. എടോ, ശ്യാമ മാഡം വേറെ എവിടെ കിടന്ന ഒരു സ്ത്രീയാ. അവർക്ക് മോളുമില്ല, താൻ അവരുടെ അമ്മയല്ല. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ഇതാരാ ആദ്യം പറഞ്ഞു തുടങ്ങിയത്? വരുണല്ലേ? വെറുതെ മനുഷ്യന്റെ മനസ്സിൽ ഓരോന്ന് തള്ളിക്കൊണ്ട് വന്നിട്ട് ഉറക്കം വരുന്നത്ര. ഞാനിപ്പോ എന്താ വേണ്ടത്? താൻ ഈ പറഞ്ഞ മണ്ടത്തരം അന്വേഷിക്കാൻ എവിടെയെങ്കിലും പോണോ? അല്ലെങ്കിൽ വേണ്ട, ഈ പാതിരാത്രി ഈ ശ്യാമാവടത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. ഇപ്പൊ നല്ല പരിചയമാണല്ലോ. എന്നിട്ട് നേരിട്ട് അമ്മയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാ വരുണി പറയുന്നേ? അതെ, എനിക്കറിയാവുന്ന പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഒക്കെ അതാ. വേണ്ട, കിടന്നോ. ഒറ്റയ്ക്ക് കിടന്നിറങ്ങുമ്പോ നല്ല സുഖമുണ്ടല്ലോ. ഒന്നും അന്വേഷിക്കണ്ട, കിടന്നോ. താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്. മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്യാമ മേഡം തന്റെ അമ്മയാണെന്നുള്ള കാര്യം തന്റെ മനസ്സിലാക്കിയേ പറ്റൂ. അതിനു വേണ്ടിയാ ആ പാവം വെയിറ്റ് ചെയ്യുന്നത്. എന്റെ കൃഷ്ണ, എന്നെ ഇങ്ങനെ വലക്കല്ലേ. എനിക്കൊരുത്തരം പറഞ്ഞതാ. സാറേ, ഞാനും എന്റെ മോളും ഒരു വാക്ക് പറഞ്ഞ അത് കൃത്യമായിട്ടും പാലിച്ചിരിക്കും. അതിനൊരു വഴിയില്ലെങ്കിലേ വേറൊരു വഴിയാ സാറേ ഇത്. അവളെ ഇപ്പൊ സിനിമാ നടിയാ. ഇതേ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ കാശ. ഇനി സാറിന് കേസ് മുന്നോട്ട് കൊണ്ടുപോവാലോ. കേസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷ്യങ്ങളാ. ഒന്ന്, വരുണിന്റെ ജീവിതത്തിൽ നിന്നും രാധിക എന്നേക്കായിട്ട് ഒഴിഞ്ഞു പോണം. അത് പോണം സാറേ. 2, വരുൺ പ്രിയങ്കയെ ഭാര്യയായി അംഗീകരിക്കണം. അതും വേണം സാറേ. കേസിന്റെ വകുപ്പുകൾ അനുസരിച്ച് രാധികയുമായി ഒന്നിച്ച് ജീവിക്കാൻ വരുണിന് അർഹതയുണ്ടാവില്ല. നിർബന്ധമായി വരുൺ പ്രിയങ്കയെ സ്വീകരിക്കുകയും വേണം. പക്ഷെ അവര് തമ്മിലുള്ള ജീവിതം അത് രണ്ടുപേരുടെയും മാനസികമായ കാര്യമാണ്. അതിലിടപെടാൻ എനിക്ക് പറ്റില്ല. അയ്യോ വേണ്ട സാറേ. സാർ ഈ പറഞ്ഞ 2 കാര്യങ്ങളും എനിക്കൊന്ന് നടത്തി തന്നാ മാത്രം മതി. അവരെ ഒന്നിച്ച് ജീവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഖം തിരിഞ്ഞിരിക്കും. പിന്നെ ജീവിതമല്ലേ സാറേ, ഒന്നിച്ച് അങ്ങോട്ടങ്ങ് തുഴഞ്ഞോളും. ആദ്യം വന്ന നിമിഷം മുതൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. സാറേ, സുകുമാരി ജീവിതം ഒരുപാട് കണ്ടതാ. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ അതെങ്ങനെ നടത്തിയെടുക്കണമെന്ന് സുകുമാരിക്ക് നന്നായിട്ട് അറിയാം. കേസിന് എന്തെങ്കിലും വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. അപ്പൊ വന്നാ മതി. ഇപ്പൊ വെക്കോളൂ. സാറേ, ഇതിപ്പോ സാറിനെ മാത്രം വിശ്വസിച്ചിട്ട് സുകുമാരി ഇറങ്ങാ. ഈ കേസിൽ മറിച്ചൊരു വിധി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ല, അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. മതി സാറേ. എന്നാലേ സുകുമാരി ഇറങ്ങുകയാണേ. ആയിക്കോട്ടെ. വക്കീലേ, വക്കീലിനെ തന്നെ ഒന്ന് നിന്നേ. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോടതിക്ക് മുമ്പിലേ എന്നെ നിർത്തി കുറെ വെള്ളം കുടിപ്പിച്ചതാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യോ, സുകുമാരിക്ക് ഒന്നും വേണ്ടായേ. ഞാനേ പ്രിയങ്കയുടെ കേസിന്റെ കാര്യമായിട്ട് വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ.
ഏത് കേസാ? കണിമംഗലത്തെ വരുണും പ്രിയങ്കയുമായിട്ടുള്ള കേസ്. നിയമപ്രകാരം അവര് ഭാര്യയും ഭർത്താവും അല്ലേ വക്കീലെ? അതിന്റെ ഇടയിൽ വക്കീലിന്റെ സാമർത്ഥ്യത്തിൽ ഒരാൾ അവന്റെ കട്ടിലിൽ കയറി കിടന്നാലേ അത് ഞങ്ങൾക്ക് നാണക്കേടല്ലേ? അതുകൊണ്ടേ അവളെ അങ്ങ് വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. പകരം എന്റെ കൊച്ചുമോള് കണിമംഗലത്തെത്തുകയും ചെയ്യും. പിന്നെ വക്കീലിനെ വിളിച്ചു നിർത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാ, എനിക്കങ്ങ് വക്കീല് കോടതിയിൽ കയറിക്കിടന്ന് കുത്തിമറിയുന്നത് ഒരുപാട് ഇഷ്ടമായി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇത്തവണ ഞങ്ങൾക്കെതിരെ ഒന്ന് വാദിച്ച് ജയിച്ചു കാണിക്കണം. സുകുമാരി സമ്മതിച്ചു തരും നിന്നെ. നിങ്ങൾ മാറി നിൽക്കും, മാഡത്തിനൊന്ന് പോണം. അയ്യോ മോളെ, നിന്റെ മേഡം എന്താ തമ്പുരാട്ടി കൊച്ചോ? ഈ ഭൂമിയിൽ എവിടെ നിൽക്കാനും സുകുമാരിക്ക് പ്രത്യേകിച്ച് ആരുടെ അനുമതി വേണ്ട. ദാ കണ്ടോ വക്കീലിന്റെ നാവ് ഇറങ്ങിയുള്ളൊരു നിൽപ്പ്. കാരണമേ ന്യായം സുകുമാരി പറയുന്നതാ. ഇതിനേക്കാൾ ആത്മവിശ്വാസത്തിലേ നിങ്ങളെയും പ്രിയങ്കയും ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ കോടതിക്ക് അകത്ത് വെച്ച് ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിച്ചു എന്ന്. അന്നത്തെ ദിവസം കോടതിക്ക് പുറത്തു നിൽക്കുമ്പോ ഈ ലോകത്താരും നിങ്ങളെ കീഴടക്കില്ല എന്ന തോന്നലായിരുന്നു നിങ്ങളുടെ മുഖത്ത്. ഒരൊറ്റ ഹിയറിംഗ് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ലേ? വരുണിനും രാധികയ്ക്കും വേണ്ടി കേസിന് ഹാജരാകുന്നത് ഞാൻ തന്നെയായിരിക്കും. സുകുമാരിയമ്മയുടെ ഒരു സമാധാനത്തിന് ആരതി വർമ്മ വെല്ലുവിളി ഏറ്റെടുത്തുന്ന് മറ്റുള്ളവരോടൊന്ന് പറഞ്ഞേരെ. സുകുമാരിയമ്മേ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോ. സത്യത്തിന്റെ അടിത്തറയിലാണ് ഓരോ കോടതിയും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിനെ നുണകൾ കൊണ്ട് കീഴടക്കാൻ താൽക്കാലികമായി മാത്രമേ സാധിക്കൂ. ശാശ്വതമായി ജയിക്കുന്നത് സത്യം തന്നെയായിരിക്കും. ആ സത്യം വരുണിന്റെയും രാധികയുടെയും കൂടെ തന്നെയായിരിക്കും. സോ ഈ കേസിൽ അവർ ജയിക്കും. അവരൊന്നിച്ച് ജീവിക്കുകയും ചെയ്യും. ട്രൂത്ത് വിൽ വിൻ ഓൾവേസ്. എന്താന്ന്? അവള് അവസാനം പറഞ്ഞത് എന്താ? എന്തെങ്കിലും ആവട്ടെ. തോറ്റ് തുന്നം പാടുമ്പോഴേ ഇവളുമാർക്കൊക്കെ ഉള്ള ഒരു അസുഖമാ, ഒരു ഇംഗ്ലീഷ് പറച്ചില്. അന്ന് ഇവള് ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ വെള്ളത്തിൽ മുക്കി ഞാൻ കൊല്ലും.